നമുക്കിതുപോലെ 2-in-1 ഫോട്ടോ ഫ്രെയിം അതല്ലെങ്കിൽ 6 ആക്ക് ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയാലോ? അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു ബേസ് ഉണ്ടാക്കണം. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഫ്രെയിം A4 സൈസ് ഫ്രെയിം, അതിൻ്റെ ബാക്ക് ബോർഡിൻ്റെ അതേ സൈസിൽ ഞാനൊരു ചാർട്ട് പേപ്പർ കട്ട് ചെയ്ത് അത് ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് 4 കോർണറും മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ ഈച്ചിൽ ലൈൻ ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് 28 സെൻറ്റിമീറ്ററാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട്. അത് 2 സെൻറ്റിമീറ്റർ വെച്ച് എടുത്തിരിക്കുന്നത്. അത് ഇനി വേണ്ടത് നമുക്ക് 2 ഫോട്ടോസാണ്. ഫോട്ടോസും ഇതുപോലെ തന്നെ 2 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 2 സെൻറ്റിമീറ്റർ ലൈനിട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ഇത് മാർക്ക് ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ കട്ട് ചെയ്ത്, കാരണം ഇത് നമ്മൾ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നമ്മളതൊന്ന് മാർക്ക് ചെയ്തും കൂടെ എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 56 സെൻറ്റിമീറ്റർ വിഡ്ത്ത് വരുന്ന ഒരു ചാർട്ട് പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ലെങ്ത്ത് പറയാൻ വിട്ടുപോയി. എനിക്ക് ഫോട്ടോയ്ക്ക് വന്നിരിക്കുന്നത് 28 വിഡ്ത്തും 20 സെൻറ്റിമീറ്റർ ഹൈറ്റുമാണ് വന്നിരിക്കുന്നത്, ലെങ്ത്തുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചാർട്ട് പേപ്പറിൻ്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോട്ടോ ഒരെണ്ണത്തിന് എത്ര വിഡ്ത്താണോ അത് ഇൻറ്റു 2 ആണ് വരുന്നത്. ഇപ്പോൾ 28 സെൻറ്റിമീറ്റർ വിഡ്ത്താണ് വരുന്നതെങ്കിൽ അത് ഇൻറ്റു 2. എനിക്ക് 56 സെൻറ്റിമീറ്ററിൻ്റെ നീളമുള്ള ഒരു ചാർട്ട് പേപ്പർ, എന്നുവെച്ചാൽ വീതി അതാണ് വരുന്നത്. ലെങ്ത്ത് വരുന്നത് 20 സെൻറ്റിമീറ്റർ. അത് നമ്മൾ അതും ഇതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത്, ഞാൻ കോമ്പസും കൊണ്ടാണ് മാർക്ക് ചെയ്തത്. അത് ഫോൾഡ് ചെയ്ത് വരാനുള്ള ടൂൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ കോമ്പസും കൊണ്ട് നമ്മൾ 2 സെൻറ്റിമീറ്റർ ലൈനിൽ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്താണ് വെച്ചത്. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഫോട്ടോ സ്ട്രിപ്പ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഒരു സൈഡ്, നമുക്ക് 2 സൈഡ് വരുന്നുണ്ടല്ലോ, നമ്മൾ ഒരു സൈഡിൽ ഒരു ഫോട്ടോ ഇതും രണ്ടാമത്തെ സൈഡിൽ മറ്റേ ഫോട്ടോയും വെച്ച് കൊടുത്ത് ഗ്ലൂ ചെയ്താൽ മതി. എന്നിട്ട് അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ബേസില്ലേ, ആ ബേസിൽ ഓരോ ലൈനിൽ നമ്മൾ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് നമ്മളത് വെച്ച് കൊടുത്താൽ അത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ആ ഫ്രെയിമിൻ്റെ അകത്ത് ഇരുന്നോളും. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫെവി ബോണ്ടാണ്. ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ഫ്രെയിം ബേസിൽ ഒട്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിൽ വെച്ച് നോക്കണം. അപ്പം ചിലപ്പോൾ നമുക്ക് സൈഡ് വല്ലതും ട്രിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ചെയ്യാം. അത് കഴിഞ്ഞ് ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് പാടായിരിക്കും. അല്ലെങ്കിൽ കട്ടർ വെച്ച് നമുക്ക് സൈഡ് സൂക്ഷിച്ച് കട്ട് ചെയ്താലും മതി. അത് കഴിഞ്ഞ് നമ്മളിത് ഫ്രെയിമിലോട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്.